We know that in several places, the common people did not have as much freedom as we have today. The people who were deprived of freedom had to fight for it. Some adopted peaceful means, whereas others preferred armed rebellions. All these struggles tried to change the system that denied freedom and rights and to establish a new one. That is revolution, isn't it? ഇതിനെയാണ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ മാറ്റി സ്വതന്ത്രമായ പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, റവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ഒരു റവല്യൂഷൻസ് നമ്മൾ പറയാൻ പോകുന്നത്? നമ്മുടെ വേൾഡിൽ മൊത്തം നടന്ന റവല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള റവല്യൂഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും റിനൈസൻസ് ആണ്. റിനൈസൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. റിനൈസൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പർ, റാഷണൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് മതത്തെ ചോദ്യം ചെയ്യാതെ ഏറ്റവും പ്രധാനമായിട്ടും ആ പറയുന്ന മതം എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു തരം, അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് വാട്ട് വൈ എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തകൾ ഓരോ ചിന്തകന്മാരും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നിലനിൽക്കുന്ന സമ്പ്രദായത്തിനെതിരെ പോരാടാനുള്ള ഒരു ഊർജം ഈ ഒരു റിനൈസൻസിലൂടെ എന്ത് ചെയ്യുന്നത്, ആൾക്കാർ നേടിയെടുക്കുന്നത്. Another factor in the 18th century, that is enlightenment. The progress in the field of science gave birth to enlightenment in the 18th century. ഈ 18ാം നൂറ്റാണ്ടിലാണ് ഇതുപോലെ തന്നെ എൻലൈറ്റ്മെൻറ്റിന് ഉദയം കുറിക്കുന്നത്. സയൻസ് ഫീൽഡിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണം. എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഐഡിയാസ് എന്ന് പറയുന്നത് ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം എന്നിവയായിരുന്നു. സോ ദീസ് ഐഡിയാസ് എൻകറേജ്ഡ് ദ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ദ ഓട്ടോക്രാറ്റിക് സിസ്റ്റം പ്രിവെയിലിംഗ് ദെൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഐഡിയോളജീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീഡം, അതുപോലെ തന്നെ ഡെമോക്രസി, ഈക്വാലിറ്റി എന്നീ പറയപ്പെടുന്ന ഐഡിയോളജീസ് എല്ലാം തന്നെ ലോകത്താകമാനം പ്രചരിക്കുകയും അവിടെയുള്ള ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരെ പോരാടാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് പലതരത്തിലുള്ള റവല്യൂഷൻസ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് റവല്യൂഷൻ, ദാറ്റ് ഈസ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. It is the famous slogan framed by James Otis, and it is spread along the coast of North America during the second half of the 18th century. What did people demand through this slogan? Okay, we know that they demanded representation in the government, isn't it? പ്രധാനപ്പെട്ട ഒരു 18ാം നൂറ്റാണ്ടിലെ സെക്കൻഡ് ഹാഫിൽ കൂടുതലായിട്ടും നോർത്ത് അമേരിക്കയിൽ കേട്ട ഒരു സ്ലോഗനാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്ലോഗൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അവരുടെ ഭരണത്തിൽ അവർക്ക് പങ്കാളിത്തം കിട്ടണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ദേ ഹാവ് നോ റെപ്രസെൻറ്റേഷൻ ഇൻ ദെയർ ഗവൺമെൻറ്റ്സ്, ഇസ്ൻ്റ് ഇറ്റ്? From the 60th century onwards, the Europeans began to migrate to North America. We know that their migration, their major aim was to exploit their resources. By the 18th century, England had established 13 colonies in the eastern coast of North America. അങ്ങനെ 18ാം നൂറ്റാണ്ടോടുകൂടി 13 കോളനികൾ അവരുടെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇംഗ്ലണ്ട് എന്ത് ചെയ്തു, നോർത്ത് അമേരിക്കയിൽ സ്ഥാപിച്ചു. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. No doubt. The British treated India for the same.
ഇസ്ൻ്റ് ഇറ്റ്? സോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അവിടെ പോയി സെല്ല് ചെയ്യാനുമുള്ള ഒരു കോളനി, ഒരു സെൻറ്റർ ആക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ അമേരിക്കൻ കോളനികളെ മുഴുവൻ അവർ ട്രീറ്റ് ചെയ്തത്. മാത്രമല്ല ഈ മെർച്ചൻസ് എന്ത് ചെയ്തു, അവരുടെ മദർ ലാൻഡിൻ്റെ സഹായത്തോടു കൂടി അവർ പുതിയൊരു ലോ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അവർക്ക് ആവശ്യമായ രൂപത്തിൽ ഒരു ലോ അവിടെ അവരെന്ത് ചെയ്തു, അമേരിക്കൻ കോളനികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മെർക്കൻ്റലിസം എന്ന് പറയുന്നത്. ആ മെർക്കൻ്റലിസത്തിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന അവർ തയ്യാറാക്കിയ ലോകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കൻ്റലിസ്റ്റ് ലോസ് എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട മെർക്കൻ്റലിസ്റ്റ് ലോകൾ ഈ കാണുന്നവയാണ്. We already discussed about the thinkers who stimulated or they contributed much to the American society for their agitations. So now we discussed about two familiar thinkers, that is John Locke and Thomas Paine. Then Thomas Paine പറയുന്നത്, there is something absurd in supposing a continent, that is North America, be perpetually governed by a foreign power, that is meant England. ഇംഗ്ലണ്ടിൻ്റെ പോലെയുള്ള ഒരു ഫോറിൻ പവറിന് എല്ലാ കാലവും ഈ ഒരു നോർത്ത് അമേരിക്ക വെച്ച് ഭരിച്ചു കൊണ്ടുപോകാൻ എന്നുള്ളത് അവർ ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആര് പറയുന്നത്, തോമസ് പെയിൻ പറയുന്നത്. മാത്രമല്ല ജോൺ ലോക്ക് പറയുന്നത്, എവറി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാവർക്കും കൃത്യമായി ഫണ്ടമെൻ്റൽ റൈറ്റുകളുണ്ട്, അത് സസ്പെൻഡ് ചെയ്യാൻ ആർക്കും എന്തല്ല അവകാശമില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, ജോൺ ലോക്ക് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ആളുകളുടെ തിങ്കേഴ്സിൻ്റെ ഐഡിയോളജി എന്ത് ചെയ്യുന്നു, ഈ നോർത്ത് അമേരിക്കയിലുള്ള ജനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അവർ അടിച്ചമർത്തപ്പെടുന്ന ഈ ഒരു സപ്രസ് ചെയ്യുന്നതിനെതിരെ ഉയർത്തെഴുന്നേൽക്കാൻ അവരെന്ത് ചെയ്യുന്നു, അവർക്കിത് ഒരുപാട് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആഫ്റ്റർ ആൾ ദേ റെഡി ടു express their feelings in front of the England or British king. And also the delegates of all the colonies except Georgia met at Philadelphia in 1774. It is known as the First Continental Congress. In this Congress they submitted a petition to the king. In that particular petition they demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. അങ്ങനെ അവർ തങ്ങളുടെ പ്രതിഷേധം ഇംഗ്ലണ്ടിലെ രാജാവിന് മുമ്പിൽ വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ആദ്യമായിട്ട് ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും 13 കോളനികൾ അവരുണ്ടാക്കിയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 13 കോളനികളിൽ നിന്നും ജോർജിയ ഒഴിച്ച് 12 കോളനികളിലെ ഡെലിഗേറ്റ്സ് അവർ 1774 അവരെന്ത് ചെയ്യുന്നു, അവർ ഒത്തുകൂടുന്നു ഫിലാഡൽഫിയയിൽ വെച്ചിട്ട്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു പെറ്റീഷൻ തയ്യാറാക്കി, ഇംഗ്ലണ്ടിലെ കിങ്ങിനെ കൊടുക്കാൻ വേണ്ടി അവരൊരു പെറ്റീഷൻ തയ്യാറാക്കി. ആ പെറ്റീഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും അവർ കൊണ്ടുവന്ന റെഗുലേഷൻസ് എന്ത് ചെയ്യണം, റദ്ദാക്കണം. മാത്രമല്ല ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ മേലിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അവർ പെറ്റീഷനിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കിങ്ങിന് ഒരു പെറ്റീഷൻ കൊടുത്താൽ റിപ്ലൈ എന്തെങ്കിലും കിട്ടണം, വേണ്ടേ? കിങ് റിപ്ലൈ കൊടുത്തു. എന്തായിരുന്നു റിപ്ലൈ കൊടുത്തത്? അവർ റിപ്ലൈ ആയിട്ട് കിങ് കൊടുത്തത് മിലിറ്ററി ഫോഴ്സിനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെ സപ്രസ് ചെയ്യാനുള്ള ഒരു മിലിറ്ററി ഫോഴ്സിനെയാണ് ഇംഗ്ലണ്ടിലെ കിങ് എന്ത് ചെയ്ത് അവർക്കെതിരിൽ സമ്മാനിച്ചത്. അങ്ങനെ സമ്മാനിച്ചപ്പോൾ ദേ അഗെയിൻ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 and they elected ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. അങ്ങനെയുള്ളപ്പോൾ അവരെന്ത് ചെയ്തു, ഫിലാഡൽഫിയയിൽ ഒരിക്കൽ കൂടി അവർ ഒരുമിച്ച് കൂടി 1775. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരുമിച്ച് കൂടിയെന്ന് മാത്രമല്ല, ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ ആർമിയുടെ ചീഫായിട്ട് അവരെന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. ആ ആർമിയുടെ ചീഫായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ആ സമയത്താണ് അവിടെ തോമസ് പെയിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംലെറ്റ്
കോമൺ സെൻസ് എന്ന ടൈറ്റിലുള്ള പാംലെറ്റ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രചാരണം നേടുന്നത്. അദ്ദേഹം പറഞ്ഞു അമേരിക്കക്കാർക്ക് ഏറ്റവും നല്ലത് ബ്രിട്ടനുമായിട്ടുള്ള ടൈപ്പ് ഉപേക്ഷിക്കലാണ് എന്നുള്ളതാണ് അവരെന്ത് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് issued the famous Declaration of Independence on 4th July 1776. അങ്ങനെ അവരെന്ത് ചെയ്തു 1776 ജൂലൈ 4 അവിടെ ഒരു ഫേമസ് ഡിക്ലറേഷൻ, അവിടേക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ ഡിക്ലറേഷൻ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അടക്കമുള്ള ആളുകളാണ്. അങ്ങനെ അവർ തയ്യാറാക്കിയ ഡിക്ലറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഡിക്ലറേഷനിൽ പറയുന്നത്? ആൾ ആർ ഈക്വൽ, എവ്രി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, ടു അച്ചീവ് റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ഗവൺമെൻറ്റ്സ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദോസ് ഹു റൂൾ, ദ പീപ്പിൾ ഹാവ് ദ പവർ ടു ചേഞ്ച് ഓർ അബോളിഷ് ദ ഗവൺമെൻറ്. എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ റൈറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന നിയമങ്ങൾ അവരെ റൂൾ ചെയ്യുന്ന ആളുകളുടെ അംഗീകാരത്തോടു കൂടിയായിരിക്കണം. മാത്രമല്ല ഒരു ഗവൺമെൻറ്റിനെ മാറ്റാനും അതിനെ താഴെ ഇറക്കാനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനുമുള്ള അധികാരമാർക്കാണ്, ജനങ്ങൾക്കാണ് എന്നുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് അതിലൂടെ അവരെന്ത് ചെയ്യുന്നത് നടത്തപ്പെടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമാണ് അവരുടെ ആശയങ്ങൾ വളരെ സുന്ദരമാണ്, അവർ ഉന്നയിച്ച വാദങ്ങൾ വളരെ ലളിതമാണ്, അവരുടെ ആവശ്യങ്ങൾ കാര്യപ്രാപ്തിയുള്ളതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിക്ലറേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഫ്രീഡം ഡിക്ലെയർ ചെയ്ത് തുടങ്ങിയ ഈ ഒരു വാർ 1781 കൂടി അവസാനിക്കുന്നു. ദെൻ according to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, 1783 ട്രീറ്റി ഓഫ് പാരീസിൽ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഫിലാഡൽഫിയയിൽ അവർ ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ ചേർന്നു. മാത്രമല്ല ഒരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഫ്രെയിം ചെയ്യുകയും ജോർജ് വാഷിങ്ടണിനെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻ്റായി അവിടെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മൂവ്മെൻറ്റുകൾക്കും ഏറ്റവും പ്രചോദനമായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഫസ്റ്റ് വൺ, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ and contributed to the concept of federal system that ensured freedom and authority of states in the union. പിന്നീട് കടന്നു വന്ന എല്ലാ റവല്യൂഷൻസുകൾക്കും അതുപോലെ തന്നെ സ്ട്രഗിളുകൾക്കും ഏറ്റവും പ്രധാനമായിട്ട് മോട്ടിവേഷൻ നൽകിയത് ഈ ഒരു അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ആയിരുന്നു. മാത്രമല്ല ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് ഈ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നീട് ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രലിനും ഒരുപോലെ ഉള്ളൊരു അംഗീകാരം കൊടുത്തതും ഈ പറയപ്പെടുന്ന അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് കടന്നു വന്ന എല്ലാ മൂവ്മെൻറ്റുകൾക്കും ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രചോദനമായി എന്നുള്ളതാണ് ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്.